അവിടുന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊന്ന് റൂമിൽ പോയി ഫ്രഷ് ആവുന്ന ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മെയിൽ എന്ന് പറയുന്നത് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഗ്രാൻഡഡ്. ബേസിക്കലി എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ ഇവിടെ എത്തുന്ന വരെ. അക്കൗണ്ട് ഷിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ സ്വീഡൻ സ്റ്റുഡന്റ് വിസ സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. എന്റെ അല്ല, അതെ. അപ്പൊ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോണത് ഇവളുടെ ഫുൾ ഹിസ്റ്ററി ആണ്, സ്വീഡനിലേക്ക് ഇവൾ എങ്ങനെ എത്തി എന്നുള്ളത്. അതിന്റെ മുന്നേ എല്ലാവർക്കും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. എന്റെ പേര് അഹൽദിത ആൻഡ് ഐ എം ആൻസി സിജു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ബാച്ചിലേഴ്സ് ചെയ്തത് ഒരുമിച്ചായിരുന്നു. 2022 നമ്മൾ കോഴ്സ് കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ സ്വീഡനിലേക്ക് അപ്ലൈ ചെയ്തു. 2023 റിസൾട്ട് വന്നപ്പം എനിക്ക് കിട്ടി, ഇവക്ക് കിട്ടിയില്ല. അടുത്ത വർഷം ഇവൾ അപ്ലൈ ചെയ്തു, സ്ട്രാറ്റജി മാറ്റി. അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ദ ഹോൾ വിസ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഓൾറെഡി എന്റെ വിസ സ്റ്റോറി ത്രൂ ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഐകാർഡ്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ 2022 നീ അപ്ലൈ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസും അതിന്റെ കോഴ്സും ഒക്കെ ഏതാന്ന് പറയാം. ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ എംബഡഡ് ഇലക്ട്രോണിക്സിനായിരുന്നു അപ്ലൈ ചെയ്തത്. ലൈക്ക് ബേസിക്കലി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡിൽ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കോഴ്സ് എംബഡഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരേ കോഴ്സിന് പല യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത്. എനിക്ക് തോന്നുന്നു ലുൺ യൂണിവേഴ്സിറ്റി, ചാൾമേഴ്സ്, ഉപ്സാല, അങ്ങനെ 3-4 യൂണിവേഴ്സിറ്റിയിൽ ഒരേ കോഴ്സിനായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് ഫസ്റ്റ് ടൈമിൽ. അപ്പൊ നീ ഈ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്തപ്പോ, അപ്പം നീ ഇപ്പൊ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്തപ്പോ നീ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ടുണ്ടോ? അതോ റാൻഡം ആയിട്ട് കോഴ്സ് കണ്ടതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതാണോ, അല്ലെങ്കിൽ റാങ്കിങ് നോക്കിയോ? കോഴ്സ് ബേസിക്കലി ഞാൻ ആദ്യം ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് റാങ്കിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്വീഡനിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടായിരുന്നു ഞാൻ ഫൈനലൈസ് ചെയ്തത്. 2023 മാർച്ചിലാണ് കേട്ടോ റിസൾട്ട് വന്നത്. അപ്പൊ റിസൾട്ട് വന്ന ടൈമിൽ എൻ്റെ റിസർവ് കാറ്റഗറിയിലായിരുന്നു 2 യൂണിവേഴ്സിറ്റീസ്. ലുണ്ടിലുള്ളതും ഉപ്സാലയിലുള്ളതും റിസർവിലായിരുന്നു. അഡ്മിറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് വന്നില്ലായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിൽ ആണെങ്കിൽ കൂടെ ഒരു ഗ്യാരണ്ടി ഇല്ല നിങ്ങൾക്ക് കിട്ടുമെന്ന്. ആദ്യത്തെ ഒരു 4-5 നമ്പറിലൊക്കെ ആണെങ്കിൽ മേ ബി ദർ ഇസ് എ ചാൻസ്, അല്ലാണ്ട് ഇല്ല. എനിക്ക് ആ റിസൾട്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ നീയും കുറച്ച് എഫേർട്ട് ഒക്കെ ഇട്ടിട്ടില്ലേ അപ്ലൈ ചെയ്തത്. അപ്പൊ നിനക്ക് എന്താ തോന്നിയത്? അത് കഴിഞ്ഞിട്ട് നീ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതാണോ, അതോ നിനക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് ട്രൈ ചെയ്യണമെന്ന് തോന്നിയോ? അപ്പോഴുള്ള നിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ബാക്കപ്പ് പ്ലാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ലൈക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്തും ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇൻ കേസ് ജോലി കിട്ടിയില്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഞാൻ ആക്ച്വലി വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് 1 ഇയറും കൂടെ എക്സ്പീരിയൻസ് കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനും വെച്ചിരുന്നു. അപ്പൊ അത് കാരണം റിസൾട്ട് വന്നപ്പോൾ വിഷമായി. ബട്ട് എന്നാലും ഓക്കെ, 1 ഇയറും കൂടെ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റീഅപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു തോട്ടിലായിരുന്നു ഞാൻ ആ ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് 2022 ചാടി 2023 വരാം. 2023 ഓഗസ്റ്റ് ഒക്ടോബർ ആയപ്പം ഞാൻ ഓൾറെഡി അപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തു. അതിനിടയിൽ ഇവളൊന്ന് ജർമ്മനി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവളെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നീ സ്വീഡൻ തന്നെ ഫൈനലൈസ് ചെയ്തു. ആൻഡ് ആ വർഷം നീ ചെയ്തിട്ടുള്ള അപ്പം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നീ ചേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ നീ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയോ? ബേസിക്കലി നീ രണ്ടാമത് സ്വീഡനിലേക്ക് തന്നെ അപ്ലൈ ചെയ്യാനുള്ള നിന്റെ മോട്ടീവ്, പിന്നെ നിനക്ക് എന്തൊക്കെ നീ ചേഞ്ചസ് വരുത്തി? ടൈം ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തപ്പോൾ ഒരൊറ്റ കോഴ്സ് നോക്കാണ്ട് കുറച്ചും കൂടി ഡൈവേഴ്സ് ആക്കാൻ നോക്കി കോഴ്സിന്റെ സെലക്ഷനിൽ. ലൈക്ക് ബേസിക്കലി എനിക്ക് ഓട്ടോമോട്ടീവ് ഡൊമൈനിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കോഴ്സുകൾ ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പം കോഴ്സ് ഡൈവേഴ്സ് ആക്കി. ഞാൻ എംബഡഡ് ഇലക്ട്രോണിക്സിനും അത് കൂടാണ്ട് എനർജി എഞ്ചിനീയറിംഗ്, കാരണം അതിലൊക്കെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് സബ്ജക്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനർജി എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്തു. പിന്നെ മൊബിലിറ്റി എഞ്ചിനീയറിംഗ് ചാൾമേഴ്സിൽ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എംബഡഡ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ കോഴ്സ് അല്ലാണ്ട് പല കോഴ്സുകൾ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഞാൻ അപ്ലൈ ചെയ്യായിരുന്നു സെക്കൻഡ് ടൈം ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത കാര്യം ഡോക്യുമെന്റ്സ് കുറച്ചും കൂടി ഏർലി വെച്ചു. ലൈക്ക് ഭയങ്കര ഏർലി അല്ല, ഡെഡ് ലൈൻ വരെ വെയിറ്റ് ചെയ്തില്ല. ലൈക്ക് Jan 15th ഒക്കെ ആയപ്പോഴത്തേക്കും ഫുൾ ഡോക്യുമെന്റ്സും SOPയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ SOP റെഡിയാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമന്റ്സ് അമനും അയച്ചു കൊടുത്ത്, ഞാൻ എൻ്റെ വേറെ കുറെ ഫ്രണ്ട്സിനും അയച്ചു കൊടുത്ത് അവരുടെയും കമന്റ്സ് ബേസ് ചെയ്തിട്ടായിരുന്നു SOP ഞാൻ ബെറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇവള് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ ഇവള് ഭയങ്കര ഡിലേ ആയിരുന്നു ഫസ്റ്റ് അപ്ലൈ ചെയ്ത സമയത്ത്. അപ്പൊ ഞാൻ ആൻസി വെക്കുന്നില്ല, വെക്കാം SOP ലാസ്റ്റ് ദിവസം എങ്ങാണ്ടാണ് ഇവളെ
ഡെഡ് ലൈനോട് അടുപ്പിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതൊക്കെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. പറ്റുന്നത്ര ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ ഫീഡ്ബാക്ക് കൊടുക്കുക. IELTS അവർ മാൻഡറ്ററി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്ത ടൈമിൽ, കാരണം ഫസ്റ്റ് ടൈമിൽ അവരത് മാൻഡറ്ററി ആയിരുന്നില്ല, ബട്ട് സെക്കൻഡ് ടൈം മുതൽ IELTS അവർ മാൻഡറ്ററി ആക്കി. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഞാൻ അഡ്മിഷന് അപ്ലൈ ചെയ്യുന്ന ടൈമിലെ ഞാൻ IELTSന്റെ ഇതും കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 2024 മാർച്ച് എത്തിയപ്പോൾ ഇവക്കും അഡ്മിഷൻ റിസൾട്ട് വന്നപ്പം നോട്ടിഫിക്കേഷൻ ഓഫ് സെലക്ഷൻ ഓഫ് റിസൾട്ടിൽ എന്തുണ്ടായിരുന്നു? ഞാൻ അഡ്മിറ്റഡ് ആയി. ലുണ്ട് യൂണിവേഴ്സിറ്റിയില് സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ആൻസിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം അതിനുശേഷമുള്ള കാര്യങ്ങൾ വിത്ത് ടൈം ലൈൻ അവൾ നിങ്ങളോട് ഷെയർ ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഇവളെ എക്സ്പീരിയൻസ് എഗെയിൻ ഓരോരുത്തർക്കും ഇത് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാവർക്കും സെയിം ടൈം ലൈൻ ആയിക്കോളണം എന്നില്ല. അത് നിങ്ങളെ കേസ് ഓഫീസറെയും നിങ്ങൾ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് അറിയാൻ പാടില്ല എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇവളോട് തന്നെ ചോദിച്ചോക്കാം ഇവളെ ഒരു ഹോൾ ടൈം ലൈൻ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത് മാർച്ച് 21 21 ഇതുപോലെ സൗരവേട്ടൻ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ അഡ്മിറ്റഡ് ആയി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ഡേ തന്നെ university.admission.sc നമ്മൾ ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ അക്കൗണ്ട് ആക്ടിവേഷന്റെ മെയിലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കയറി അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ പേയ്മെന്റ് ആണ്. ഫസ്റ്റ് സെമസ്റ്റർ ട്യൂഷൻ ഫീ ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പം അതിന്റെ ടൈം ലൈനും നിനക്ക് എത്രയായിരുന്നു ഫീസ് വന്നത്? നിനക്ക് എന്തെങ്കിലും എന്റെക്കാളും കൂടിയിട്ടുണ്ടായിരുന്നു തോന്നില്ല ഇച്ചിരി എന്തോ? അക്കൗണ്ട് ആക്ടിവേഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 2 days തന്നെ ഫീ പേയ്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നത്. അതും വിത്തിൻ 2 days ഞാൻ വീണ്ടും അടയ്ക്കുകയായിരുന്നു ചെയ്തത്. എല്ലാം പെട്ടെന്ന് അടയ്ക്കായിരുന്നു. കാരണം ഞാൻ നേരത്തെ മാർച്ച് റിസൾട്ട് വരുന്നതിന് മുന്നേ ഇൻ കേസ് കിട്ടുകയാണെങ്കിൽ ഉള്ള ഫണ്ടും ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ച കാരണം അത് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റി. പിന്നെ വിത്തിൻ 1 week ആയിരുന്നു യൂണിവേഴ്സിറ്റി എന്നുള്ള പേയ്മെന്റ് റിസീവ് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ കിട്ടിയത്. എന്റെ കോഴ്സിന്റെ ഫീ വന്നത് 85,000 SEK ആയിരുന്നു. അന്ന് നാട്ടിൽ അത് 6.5 to 7 lakhsന്റെ ഇടയിലായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിൽ കരുതണം. കാരണം എന്താന്ന് വെച്ചാൽ കൺവേർഷൻ റേറ്റ്സ് വരും, പിന്നെ ബാങ്കിന്റെ തന്നെ അഡീഷണൽ ചാർജ് വരും. അപ്പൊ ഞാൻ ചെയ്തത് ട്രാൻസാക്ഷൻസ് മോസ്റ്റ്ലി ഞാൻ ചെയ്തത് HDFC ബാങ്കിൽ നിന്നായിരുന്നു. അത് പിന്നെ വേറെ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ആ കൺഫർമേഷൻ കിട്ടിയതിനു ശേഷമുള്ള നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വിസയ്ക്ക് വെക്കാന്നുള്ളതല്ലേ? അപ്പൊ വിസയ്ക്ക് വെക്കാൻ വേണ്ടി നീ ഒറ്റയ്ക്കല്ലായിരുന്നു വിസയ്ക്ക് വെച്ചത്? മൈഗ്രേഷൻസ് വർക്കറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യായിരുന്നു ചെയ്തത്. അത് ഫീ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. വെരി നെക്സ്റ്റ് ഡേ തന്നെ അവർ എക്സ്പ്ലനേഷൻ മെയിൽ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അക്കൗണ്ടിൽ ലാർജ് ട്രാൻസാക്ഷൻ കണ്ട കാരണം പെട്ടെന്ന് യൂഷ്വലി എൻ്റെ അക്കൗണ്ടിൽ സാലറി മാത്രമായിരുന്നു ക്രെഡിറ്റ് ആയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് വന്നപ്പോൾ ഉള്ള ഒരു ഡൗട്ടിൻ്റെ ബേസിസിൽ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് തിരിച്ച് റിപ്ലൈയും അയച്ചു. എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും പിന്നെ ആ മണീൻ്റെ സോഴ്സും ഞാൻ പ്രൂഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും വെച്ച് ഞാൻ കൊടുത്തിട്ട് എഗൈൻ April 8th ഞാൻ വിസ അപ്ലൈ ചെയ്തു. 9th അവർ റിട്ടേൺ എനിക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് അയച്ചു. April 10th ആയപ്പം വിസ ബയോമെട്രിക്സിനുള്ള മെയിലും വന്നിട്ടുണ്ടായിരുന്നു. വളരെ ക്യുക്കായിരുന്നു അതെല്ലാ പ്രോസസ്സും പെട്ടെന്ന് ടക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളൊരു എക്സാമ്പിൾ കേസ് ആയിട്ട് മാത്രം വെക്കാം. ഇപ്പൊ നിങ്ങൾ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ബയോമെട്രിക്സ് മെയിൽ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് കണ്ടോക്കണം. ഓക്കെ, 1-2 പ്രാവശ്യം അത് കാണുമ്പോൾ സമാധാനം കിട്ടുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടെന്നറിയില്ല കംപ്ലീറ്റ് പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ജനറലായിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ബയോമെട്രിക്സിന്റെ കാര്യമാണ്. ബയോമെട്രിക്സിന് വേണ്ടിയിട്ട് നീ ഡൽഹിയിൽ പോയതും ബയോമെട്രിക്സിന്റെ ഒരു ഹോൾ പ്രോസസ്സും എങ്ങനെയായിരുന്നു, ആൻഡ് അത് കഴിഞ്ഞിട്ട് നിനക്ക് എത്ര ദിവസത്തിനുള്ളിൽ വിസ ഗ്രാൻഡഡ് മെയിൽ വന്നു എന്നുള്ളതും കൂടെ. അത് കഴിഞ്ഞോടെ പിന്നെ കഴിഞ്ഞല്ലോ, മെയിൻ ആയിട്ടുള്ള എല്ലാ പരിപാടികളും കഴിയും. പക്ഷെ ഞാൻ ഡൽഹി പോയത് April 18th അന്ന് പോയി അവിടെ നിന്നായിരുന്നു ടോക്കൺ എടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് പോയി ഡയറക്റ്റ് എംബസി പോയി ടോക്കൺ എടുത്ത് എനിക്കൊന്ന് 9 മണിക്കാന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യണേ. ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവർ വിളിച്ച് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർന്നു. അവിടുന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊന്ന് റൂമിൽ പോയി ഫ്രഷ് ആവുന്ന ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മെയിൽ എന്ന് പറയുന്നത് യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ഗ്രാൻഡഡ് എന്ന്. അത് ഭയങ്കര എന്താ പറയുക, ഞാൻ ആക്ച്വലി ഞെട്ടി. കാരണം ഇവളുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടെ ടൈം പ്രതീക്ഷിച്ചു അതിൽ നിന്നൊരു ഡിസിഷൻ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് കിട്ടി. ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്നിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഇവക്ക് സ്ക്രീൻഷോട്ട് അയച്ചെടുത്ത് ഇത് തന്നെയല്ലേ നിനക്ക് കഴിഞ്ഞവണ വന്നേന്ന്. അതൊക്കെ കഴിഞ്ഞു, ബയോമെട്രിക്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്ന് പറയുന്നത് കേസ് സെറ്റിൽഡ് മെയിൽ വന്നു. പിന്നെ ആക്ച്വലി ഒന്നും ചെയ്യാനില്ല. ആർപി കാർഡ് അവർ ഇവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഡൽഹിയിൽ
പോയിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെന്നൈയിൽ പോയിട്ട് കളക്ട് ചെയ്യാം. നീ ചെന്നൈയിൽ പോയല്ലേ കളക്ട് ചെയ്തത്? ഞാൻ ചെന്നൈ ആയിരുന്നു കൊടുത്തിരുന്നത്. അവർ നമ്മൾ ബയോമെട്രിക്സ് കൊടുക്കുന്ന ടൈമിൽ നമ്മളോട് ചോദിക്കും ചെന്നൈ ആണോ ഡൽഹിയിൽ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കാനാണോ പറ്റാം. അപ്പം ഞാൻ ചെന്നൈ എന്നാണ് സെലക്ട് ചെയ്തിരുന്നത്. ചെന്നൈയിൽ നിനക്ക് ഓർമ്മയുണ്ടോ ഡേറ്റ്? May 15 എനിക്ക് ചെന്നൈ പോയി കളക്ട് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ആൻസിയുടെ കേസിൽ അവർക്ക് ഈ കേസ് സെറ്റിൽഡ് മെയിൽ വന്നതിന് ശേഷം ആർപി കാർഡ് കൈ കിട്ടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതല്ലാണ്ട് കേസ് സെറ്റിൽഡ് മെയിൽ വന്ന് അന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 4 months കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവളെന്തൊക്കെ ചെയ്തു, ഇവള് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവളോട് ചോദിച്ചത്. വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള മെയിൻ ഇതെന്ന് പറയുന്നത് ഹൗസിംഗ് അക്കോമഡേഷൻ നോക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി ആയത് കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നു. അപ്പം അതിനും എനിക്ക് തോന്നുന്നു May 2 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഗൈൻ ലൈക്ക് 1 weekനുള്ളിൽ ഒരു അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ഞാൻ പാരലലി AF ലൈക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഹൗസിംഗ് ഏജൻസ് ഉണ്ടായിരുന്നു. അപ്പം AFന്റെ വെബ്സൈറ്റിൽ കയറി ഞാൻ അവരുടെ ക്യൂട്ട് സിസ്റ്റത്തിന് നോവിഷ് ഞാൻ നോവെന്ന് ഓർക്കാം. ഓക്കെ. അപ്പം AFകാരുടെ ക്യൂ സിസ്റ്റത്തിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നോവിഷ് ലോട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ജൂണിൽ അല്ല May ആയിരുന്നു. അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് എനിവേ ബിറ്റ്വീൻ ആ ഒരു ടൈം ലൈനിലായിരുന്നു അതിനും അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം അതിന് അപ്ലൈ ചെയ്തു. ലൈക്ക് അതും ഇവളുടെ എക്സ്പീരിയൻസ് ഉള്ള കാരണം ആ ക്യൂ സിസ്റ്റം ഓപ്പൺ ചെയ്യുന്ന അന്ന് തന്നെ ലൈക്ക് മിഡ് നൈറ്റ് ഇവിടുത്തെ 12 മണിയായിരുന്നു. അപ്പം നാട്ടിൽ 3:30 ആ സമയമായിരുന്നു. 3:30 എന്നെ എണീറ്റിരുന്ന് എല്ലാം അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ട് ബട്ട് അന്നും നടന്നില്ലായിരുന്നു. രാവിലെ ആയിരുന്നു ക്യൂ സിസ്റ്റം ജോയിൻ ആയിരുന്നു. എന്തോ എനിക്കൊന്ന് എല്ലാവരും ചെയ്തിട്ട് സൈറ്റ് ക്രാഷ് ആയതെങ്ങാനും ആയിരിക്കും. സോ അത് കഴിഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് ആയപ്പോഴത്തേക്ക് ആൻസി ഇവിടെ എത്തി. പിന്നെ വേറെ അങ്ങനെ ഫ്ലൈറ്റ് അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം, അതൊക്കെ എല്ലാവർക്കും അറിയുന്നു. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ ബുക്ക് ചെയ്ത് വെക്കാല്ലേ? പിന്നെ നമ്മുടെ ഈ കോൺട്രാക്റ്റും ഹൗസിംഗ് കോൺട്രാക്റ്റിന്റെ ആ ഒരു PDF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ ബാക്കപ്പ് ആയിട്ട് വെക്കണം. കാരണം ചില എയർലൈൻസ് അവർ ചോദിക്കും. അപ്പം ഞാൻ വന്ന സമയത്ത് എന്നോട് അവർ ചോദിച്ചിരുന്നു ലൈക്ക് സ്റ്റേയുടെ പ്രൂഫൊക്കെ. അപ്പം അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന ടൈമിലൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്ത് തോന്നി, നീ ഒരു കൊല്ലം അപ്ലൈ ചെയ്തു കിട്ടിയില്ല, അടുത്ത കൊല്ലം നീ അപ്ലൈ ചെയ്യുന്നു കിട്ടുന്നു. വീട്ടിൽ നീ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ, നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്തപ്പോ എല്ലാ ആഴ്ച അവള് വീട്ടിൽ പോയിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് മാറി നിൽക്കുമ്പോ നിനക്ക് എന്താ തോന്നിയിട്ടുള്ളത്? മീൻസ് അന്നേരം നിനക്ക് എന്ത് തോന്നി, ഇപ്പൊ നിനക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഇവിടുത്തെ ലൈഫ് നീ എൻജോയ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ ഇവിടെ എത്തുന്നവരെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണ്ടായില്ല. ഈവൻ ദോ വിസ ഒക്കെ കിട്ടി എല്ലാം ആയിട്ടും അതിന്റെ മെയിൻ റീസൺ ഇവളുടെ സ്റ്റോറി എനിക്കറിയാവുന്ന കാരണം ഇവളുടെ ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് വരെ ഇവള് ടെൻഷൻ അടിച്ച് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാനും വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ എത്തുന്നവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണ്ടായില്ല. എന്നിട്ട് എത്തി ലൈക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. ആക്ച്വലി ആവുമല്ലോ എന്തായാലും. അങ്ങനെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കോഴ്സ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നാട്ടിലത്തെ പോലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല ഇവിടെ. അപ്പം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ടൈം എടുക്കും. ലൈക്ക് ഇവരുടെ ഒരു ടീച്ചിങ് സ്റ്റൈലായാലും നമ്മൾ വർക്ക് ചെയ്യേണ്ട രീതിയാണെങ്കിലും, കാരണം ഇപ്പോൾ എടുക്കുന്ന എല്ലാ കോഴ്സിനും പ്രൊജക്ട് വർക്ക്സും പ്രസൻറ്റേഷനും എല്ലാം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ റിട്ടൺ എക്സാമിന് മാത്രമായിരുന്നു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ്. എനിക്കൊന്നും ബാക്കിയുള്ളതിന് റിട്ടണിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രാക്കായി വരാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഡിസിഷൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ എന്നോട് ചോദിക്കുന്ന 1-2 കാര്യങ്ങളിൽ ഉള്ള കാര്യമാണ്. ഒന്ന്, സ്വീഡിഷ് ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ? രണ്ടാമത്തത് പാർട്ട് ടൈം. സ്വീഡിഷ് ഞാൻ ഇതുവരെ പഠിക്കാൻ പോയിട്ടില്ല, ഡുവോലിംഗോ യൂസ് ചെയ്തു എന്നല്ലാണ്ട് പാർട്ട് ടൈം ഞാൻ ഇന്നേവരെ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇവൾ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് ഈ വന്നിട്ടുള്ള സമയത്ത്. അപ്പൊ നമുക്ക് അവളോട് അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ചോദിക്കാം. എനിക്ക് തോന്നുന്നു 2nd month മുതൽ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒന്ന് വെയിറ്റ് ചെയ്തു, ലൈക്ക് എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ജസ്റ്റ് ഒന്ന് ട്രാക്ക് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം ഗ്യാപ്പ് കൊടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അല്ല റെസ്പോൺസ് കിട്ടുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ച് വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ലാംഗ്വേജ് കോഴ്സ് ആയാലും ലൈക്ക് പല ഇത് ജോബ്സിനും ഞാൻ അവർ റിക്വയർമെൻറ്റ് ഫ്ലുവൻറ്റ് ഇൻ ലാംഗ്വേജ് ഇസ് എൻ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ ഒരു ജാനൊക്കെ ആയപ്പോഴത്തേക്കും SFE കോഴ്സ് ഡിസംബർ ആയപ്പോൾ ഇവിടെ SFE കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വീഡിഷ് ഫോർ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ നടത്തുന്നതാണ്. അവർ ഫ്രീ ആയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാരലലി ചെയ്യുന്നുണ്ട്. സ്വീഡിഷ് ലാംഗ്വേജ് മാൻഡറ്ററി ആണോ എന്ന് ചോദിച്ചാൽ മാൻഡറ്ററി അല്ല, ബട്ട് ഇറ്റ് വിൽ ബി അഡ്വാൻറ്റേജ്.
സോ അതാണ് നമ്മളെ ആൻസിന്റെ വിസ സ്റ്റോറി. അങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നില്ല സെക്കൻഡ് ഇയർ വന്നപ്പോൾ വെച്ചാൽ സെക്കൻഡ് ടൈം അവൾ അപ്ലൈ ചെയ്തപ്പം എല്ലാം പെട്ടെന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു മെയിൻ റീസൺ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത ഡേറ്റ്സ് ആണെങ്കിലും എല്ലാം, പിന്നെ അവളെ എടുത്തിട്ടുള്ള ആ കേസ് ഓഫീസറും നല്ല അളന്നു. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി എന്റെ വിസ സ്റ്റോറി, ബയോമെട്രിക്സിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്, അഡ്മിഷൻ റിസൾട്ട് വന്നതിന് ശേഷം ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് റെസിഡൻസ് പെർമിറ്റ് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 3 വീഡിയോസും കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. സോ യെസ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അഡ്മിഷൻ കിട്ടിയവർക്ക് കൺഗ്രാറ്റ്സ് ആൻഡ് വെൽക്കം ടു ലുണ്ട് യൂണിവേഴ്സിറ്റി. അല്ലുണ്ട് മാത്രമല്ല, വെൽക്കം ടു സ്വീഡൻ. അപ്പം യെസ്, എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ കാമായിട്ടിരിക്കുക, എന്നെ പോലെ ഇങ്ങനെ ആൻസൈറ്റി കയറി പ്രാന്തെടുത്ത് നടക്കാണ്ടിരിക്കുക. ബൈ ബൈ.